നമസ്കാരം പ്രിയമിത്രങ്ങളെ. നമുക്ക് ഇന്നലത്തെ കഥയുടെ ബാക്കി ഭാഗത്തേക്ക് കടക്കാം. അങ്ങനെ അനിയൻ ചേട്ടന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, എന്നെ ഒന്ന് കോഴിക്കോട്ട് എത്തിക്കണം. നാളെ പോവെന്നല്ലേ നീ പറഞ്ഞത്? നാളെ എനിക്ക് അവിടെ ഒരു കല്യാണമുണ്ട്. ഞാനത് മറന്നുപോയിരുന്നു. രാത്രി ഫ്രണ്ട് വിളിച്ച് ഓർമ്മിപ്പിച്ചപ്പോഴാ പ്രോഗ്രാം മാറ്റിയത്. ഹരിയുടെ സംസാരം അകത്തുനിന്ന് കേട്ടതും അരുന്ധതി ടീച്ചർ മകളോട് കൽപ്പിച്ചു, വേഗം ദോശ ചുട്ടോളൂ. ഹരിക്ക് രാവിലെ പോണമെന്ന്. ഒരു സാമ്പാറും ഉണ്ടാക്കിക്കോളൂ. ദോശയ്ക്ക് ചമ്മന്തി അവൻ ഇഷ്ടമല്ലെന്നറിയാലോ. എന്നിട്ട് ഓടി പൂമുഖത്തെത്തി. ദേവാ, അനിയനെ കോഴിക്കോട്ട് കൊണ്ടാക്കണം. ഇന്ന് ഉച്ചയ്ക്ക് വർക്ക്ഷോപ്പിൽ പോയാൽ മതി. രാവിലെ വർക്ക്ഷോപ്പ് തുറക്കേണ്ട ജോലി എന്റേതാ, ദേവൻ പറഞ്ഞു. ഇല്ലെങ്കിൽ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഇന്നലെ എൻ്റെ അടുത്ത് പറയണമായിരുന്നു. എങ്കിൽ ഞാൻ പകരം ആരെങ്കിലും ഏർപ്പാടാക്കിയെന്നെ. ഒരു ദിവസം അങ്ങോട്ട് ചെന്നില്ല എന്ന് വെച്ച് ഈ പണി പോവുകയാണെങ്കിൽ പോട്ടെന്നങ്ങ് വെച്ചൂടെ? അരുന്ധതി ടീച്ചർ തിരക്കി. പറ്റില്ല, ദേവൻ അറിയിച്ചു. എന്റെ ജോലി എനിക്കെന്റെ ജീവിതമാണ്. പെട്ടെന്നൊരു ദിവസം എനിക്കെന്തേലും വയ്യായിക വന്നാ എന്നെ ഏതേലും ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പകരം നീ വർക്ക്ഷോപ്പിലേക്ക് പോവോ? അതില്ല. അത്തരം സന്ദർഭങ്ങളിൽ എന്ത് നഷ്ടം സംഭവിച്ചാലും അത് നിസ്സാരമായി കാണുന്ന ആളാ എന്റെ മുതലാളി. ഹരിയുടെ കാര്യം അതല്ലല്ലോ. നാളത്തെ കല്യാണത്തിന് ഇന്നുച്ചയ്ക്ക് ഇവിടുന്ന് പോയാലും മതിയല്ലോ. ഉച്ചയ്ക്ക് പോരാ, ഹരി ഇടയിൽ കയറി പറഞ്ഞു. 10 മണിക്കെങ്കിലും പോകണം. ഓക്കെ, ദേവൻ തലയാട്ടി. 10 ആവുമ്പോഴേക്കും വർക്ക്ഷോപ്പിൽ വേറെ പണിക്കാരെത്തും. ഞാനിപ്പോ ഇങ്ങോട്ട് വരാം. തയ്യാറായി ഇരുന്നോളൂ. അവൻ പുറത്തേക്കിറങ്ങി. വർക്ക്ഷോപ്പിൽ പണിയെന്ന് വെച്ചാ എന്തോ മഹാകാര്യമാണെന്നാ ഇവന്റെ വിചാരം. അരുന്ധതി ചെറിയ കൂട്ടി. മൂത്ത മകൻ എന്താ ചെയ്യാന്ന് ഓരോരുത്തർ ചോദിക്കുമ്പോ മറുപടി പറയാൻ കഴിയാതെ ഞാൻ നിന്ന് ചമ്മുക. അത് അമ്മയുടെ ബുദ്ധിമോശം. ഹരി ചിരിച്ചു. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചാൽ അമ്മയും അനുജത്തിയും മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ എനിക്കൊരു മനസാക്ഷിക്കുത്തില്ല. ഈ അനിയത്തിയും എന്റെ സ്റ്റാൻഡേർഡിന് ചേർന്നവളല്ലെന്ന് എനിക്കറിയാം. എന്നാലും പെൺകുട്ടിയായ സ്ഥിതിക്ക് ഉള്ളതെല്ലാം വിറ്റാലും കൊള്ളാവുന്ന ഏതെങ്കിലും ഒരുത്തന്റെ തലയിൽ കെട്ടി വെക്കാലോ. ജാനകിയുടെ കാര്യത്തിൽ എന്റെയും ഒരു സമാധാനം അതുമാത്ര. പക്ഷേ ഈ മൂത്തവന്റെ കാര്യത്തിൽ ഞാൻ എന്താ കാട്ടുക എന്റെ ഈശ്വര? അവൾ തലയിൽ കൈവച്ചു. അമ്മ ഒരു ഉറച്ച തീരുമാനമെടുക്കണം, അവൻ പറഞ്ഞു. നമ്മളാരുമല്ലല്ലോ ദേവനെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. അട്ടയെപ്പോലെ സ്വയം കുപ്പിയിലിറങ്ങി പോയതല്ലേ. അപ്പോ പിന്നെ കറിവേപ്പില പോലെ എടുത്ത് വെളിയിൽ കളയണം. ഒരു നിശ്വാസത്തോടെ അരുന്ധതി തലയാട്ടി. ആ, എന്നെ കൊണ്ടത് ചെയ്യിക്കൂ അവൻ. 10 മണിക്ക് മുമ്പേ കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വേഷം മാറി ഹരി കാത്തിരുന്നു. കൃത്യം 10-ന് ദേവൻ എത്തുകയും ചെയ്തു. അന്നും യാത്രയിൽ ഉടനീളം ഏട്ടനും അനിയനും നിശബ്ദനായിരുന്നു. പിറ്റേന്നത്തെ കല്യാണം ഹരിയുടെ ഗേൾഫ്രണ്ടായ ഡോക്ടർ ജ്യോതിയുടെ ഏട്ടൻ്റെതായിരുന്നു. ഏട്ടൻ ജിതേന്ദ്രൻ ഡോക്ടർ തന്നെ, അയാളുടെ വധുവും. അച്ഛനും അമ്മയും എഞ്ചിനീയറും പ്രൊഫസറുമാണെങ്കിലും നമ്മുടെ കൂടി കല്യാണം കഴിയുന്നതോടെ ഇതൊരു ഡോക്ടേഴ്സ് ഫാമിലിയായി മാറും. വൈകുന്നേരത്തെ പാർട്ടി നടക്കുമ്പോൾ ജ്യോതി ഹരിയോട് പറഞ്ഞു, കുറെ പണം കൊടുത്തിട്ടായാലും വേണ്ടിയില്ല, ഹരിയുടെ അനിയത്തിക്കും ഒരു ഡോക്ടറെ വിലയ്ക്ക് വാങ്ങാൻ നോക്കണം. ഒരേ പ്രൊഫഷനിലുള്ളവരായാലേ പരസ്പരം മനസ്സിലാക്കാൻ കഴിയൂ. ഷുവർ, ഹരി ഏറ്റു പറഞ്ഞു. കോഴിക്കോട്ടെ ഒരു ഉന്നത കുടുംബാംഗമായിരുന്നു ജ്യോതി. നായന്മാരാണെങ്കിലും മകളെ ഈക്വൽ സ്റ്റാറ്റസിലുള്ള ഒരു ബ്രാഹ്മണന് കൊടുക്കുന്നതിൽ അവളുടെ അച്ഛനമ്മമാർക്ക് എതിർപ്പില്ലായിരുന്നു. ആ സൗഹൃദം അങ്ങനെ തുടർന്നുകൊണ്ടാണ് ഹരി പിറ്റേയാഴ്ചയും വീട്ടിലെത്തിയത്. വീട്ടിൽ വന്ന ദിവസം തന്നെ വൈകുന്നേരം അവൻ വില്വാദ്രിനാഥന്റെ നടക്കലുമെത്തി. അന്ന് ഹരി താമരമാല വാങ്ങാനൊന്നും മെനക്കെട്ടില്ല. പേരറിയാത്ത പെൺകുട്ടി വരികയും പോവുകയും ചെയ്യുന്ന പടിഞ്ഞാറെ പടിക്കെട്ടിൽ അവൾക്കായി ധ്യാനിച്ച് കാത്തിരുന്നു. കൽപ്പടവുകളിൽ സന്ധ്യയുടെ നിഴലുകൾ വീണിട്ടും ആ സുന്ദരി വന്നതേയില്ല. ഒടുവിൽ ക്ഷമകെട്ട് അവൻ ലക്ഷ്മണന്റെ നടക്കലെത്തി. അവിടെ വിളക്ക് വെച്ചുകൊണ്ട് സുമപിഷാരസ്യാർ ഉണ്ടായിരുന്നു. ഹരിയെ കണ്ടതും ആ മുഖം വികസിച്ചു. മോൻ ഇന്ന് താമസിച്ചോ? ലേശം, അവനൊരു കള്ളം പറഞ്ഞു. എന്നും രാവിലെയാ വരാറുള്ളതില്ലേ? ഒഴിവു ദിവസം നോക്കിയാവും ദീപാരാധനയ്ക്ക് എത്തുന്നത്. എന്നും രാവിലെ വരണത് ദേവനാണെന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഹരി സമ്മതത്തിൽ തലയാട്ടി. എന്നിട്ട് തിരക്കി, ഇന്ന് മകൾ വന്നില്ലേ? ഇല്ല, രാധയ്ക്ക് ഇന്ന് നേരിയ പനി. ഇപ്പോഴത്തെ പനി സൂക്ഷിക്കേണ്ടതല്ലേ, അതുകൊണ്ട് വൈകിട്ട് കുളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. കുളിക്കാതെ അമ്പലത്തിൽ വരണത് ശരിയല്ലല്ലോ. ആഗ്രഹിക്കാതെ തന്നെ ആ അമ്മ മകളുടെ പേര് പറഞ്ഞു തോർത്ത് അവൻ ഉള്ളിൽ ചിരിച്ചു.
ക്രമേണ ഈ അമ്മ തന്നെ മകളെ തൻ്റെ അടുത്ത് കൊണ്ടുവരുന്നതും ആ സങ്കല്പത്തിൽ തെളിഞ്ഞു. ഇത്രയേ ഉള്ളൂ പെണ്ണ്. രാവിലെ വരണ സമയത്ത് കുട്ടിയെ രാധ കണ്ടിട്ടുണ്ടത്രേ. അവൾക്ക് നല്ല അഭിപ്രായമാണ്. തിരക്കിട്ട ജോലിക്കിടയിലാണ് സുമ അത് പറഞ്ഞത്. ഹരിയുടെ കണ്ണുകൾ ഒന്ന് ചെറുതായി. രാവിലെ ആ കുട്ടി കണ്ടിട്ടുള്ളത് ദേവനെയാണെന്ന് അവൻ ഉറപ്പായി. ആ നല്ല അഭിപ്രായവും ആ അക്കൗണ്ടിലാണ് ചേർത്തിരിക്കണത്. ഹരിയുടെ ഉള്ളിൽ കുശുമ്പും വാശിയും തിളച്ചു. എപ്പോ വന്നാലും എന്നെ കണ്ടിട്ടേ ഇനി പോകാവൂട്ടോ. പായസം എടുത്തു വെച്ചേക്കാം. ജോലി തീർത്തിട്ട് വിഷാരസ്യാർ അകത്തേക്ക് ഓടി. എങ്ങനെയും ഈ സ്ത്രീയും മകളും താമസിക്കുന്ന ക്ഷാരം കണ്ടുപിടിക്കണമെന്ന് അവൻ തീരുമാനിച്ചു. അടുത്ത വരവിന് അവിടെ പോയി ആ വൃന്ദാവനരാധയെ കാണണം. എല്ലാ മോഹങ്ങളും സാക്ഷാത്കരിച്ചിട്ട് ജ്യോതിയുടെ അച്ഛൻ വിവാഹാലോചനയുമായി വീട്ടിലെത്തും മുമ്പേ ദേവൻ ചാർത്താതെ പുറത്തെറിഞ്ഞ ആ താമരമാലയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. കുസൃതിച്ചിരിയോടെ ഹരി തിരിഞ്ഞു നടന്നു. രാധയ്ക്ക് പനിയായതിനാൽ പിറ്റേന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് കാര്യമില്ലെന്ന് ഹരിക്ക് മനസ്സിലായി. അതുകൊണ്ട് രാവിലെ തന്നെ കുളിച്ച് റെഡിയായി അവൻ ബാഗിൽ ഡ്രസ്സുകൾ മടക്കി വെച്ചു. അത് കണ്ട് അരുന്ധതി അത്ഭുതത്തിൽ മകന്റെ അരികിലെത്തി. എന്താ മടങ്ങാനൊരുങ്ങാ? ആ, അവൻ തലയാട്ടി. എന്ത് കാര്യത്തിലും വളരെ പെട്ടെന്നാവും ഹരി തീരുമാനമെടുക്കുക. ആരോടും അതേക്കുറിച്ച് അവൻ ആലോചിക്കുകയുമില്ല. സ്വാർത്ഥത അല്പം കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും പഠനത്തിലും സ്വന്തം കാര്യങ്ങളിലും അതിസമർത്ഥനായതുകൊണ്ട് അരുന്ധതി ഒരിക്കലും വിഷമം ഭാവിച്ചിട്ടില്ല. അമ്മയുടെ അഭിമാനമായി വളർന്നതുകൊണ്ട് വീട്ടിലുള്ളപ്പോഴെല്ലാം ഹരിയുടെ ഇഷ്ടപ്രകാരമാണ് ആഹാരകാര്യങ്ങളും കുടുംബസംബന്ധമായ തീരുമാനങ്ങളും അവൾ കൈക്കൊള്ളുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ ദേവൻ എന്നൊരു മകൻ കൂടി അവിടെ ഉണ്ടെന്ന് അരുന്ധതി ഓർക്കാറേയില്ല. മക്കൾക്കിടയിൽ അമ്മമാർ പക്ഷഭേദം കാട്ടിക്കൂടാന്ന് ഒരിക്കൽ അയൽക്കാരിയായ ബീവാത്തുമ്മ ഉപദേശിച്ചപ്പോൾ അവൾ പൊട്ടിത്തെറിച്ചതാണ്. എന്ത് കാര്യത്തിനായാലും നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരാവുമ്മ നമുക്ക് സ്വന്തം. എന്തിനും നമ്മളെ എതിർക്കുന്നവർ പെറ്റ മക്കളായാലും കുറെ കഴിയുമ്പോൾ മനസ്സുകൊണ്ട് അന്യരാവും. പെറ്റമ്മമാരും മനുഷ്യ ജീവികളാ. ഈ ഉപദേശിക്കണ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. ഉമ്മ പിന്നൊരക്ഷരം ശബ്ദിച്ചില്ല. എന്താ അമ്മ ആലോചിക്കണത്? ഓണകാര്യം നേരത്തെ പറഞ്ഞേ ഇല്ല. ഉച്ചയ്ക്ക് കൂട്ടാനുള്ളതെല്ലാം ഞാൻ നുറുക്കി വെച്ചു. നിന്നെ പ്രതിയാ വിശേഷ വിഭവങ്ങൾ ഉണ്ടാക്കണതെന്ന് അറിയാലോ. എന്തേ, നാളെയും ആരുടെയെങ്കിലും കല്യാണം ഉണ്ടോ കോഴിക്കോട്ട്? സൗമ്യമായാണ് ചോദിച്ചത്. ഹരി ചിരിച്ചു. ഇല്ല അമ്മേ, ഒരു ദിവസം നിൽക്കാന്ന് കരുതിയാൻ തന്നെ വന്നത്. പക്ഷേ നേരം വെളുത്തപ്പോഴേ ബോറായി. നിനക്കിവിടെ ബോറാവുന്ന് അറിയാവുന്നത് കൊണ്ടാ കുട്ടി 2 മാസം കൂടുമ്പോ വന്നാ പോരെന്ന് ഞാൻ മുമ്പേ ചോദിച്ചത്. എത്ര ബോറായാലും ആഴ്ചയിൽ ഒരിക്കൽ വന്ന് അമ്മയെ കാണുന്ന കാര്യത്തിൽ ഞാനിനി പിശുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ആ വാചകം അരുന്ധതിയെ കോരിത്തെരിപ്പിച്ചു. നിന്റെ കാര്യം. അവളും ഒന്ന് പിശുക്കി ചിരിച്ചു. പിന്നെ അമ്മയുടെ വിഭവങ്ങൾ അവൻ പറഞ്ഞു. 2 കോഴിമുട്ട ഓംലെറ്റ് ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ അമ്മ കേൾക്കില്ലല്ലോ. അവിടെ ഞാൻ ചിക്കനൊക്കെയാ കഴിക്കണത്. അമ്മയ്ക്ക് ബുദ്ധിമുട്ടാച്ചാ ഓംലെറ്റൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാന്നേ. അരുന്ധതിയുടെ മുഖം ചുളിഞ്ഞു. അത്തരം വാസനയടിച്ച നിനക്ക് മനം പുരട്ടും ഹരി. ഇക്കണക്കിന് അന്തർജന കുട്ടികളെ ഒന്നും ഞാൻ വേളി കഴിക്കില്ല കേട്ടോ. ചിരിയോടെയാണ് പ്രഖ്യാപനം. ജാതി മാറി ആരെങ്കിലും നോക്കും, വിരോധിച്ചിട്ട് കാര്യമില്ല. ഹരി വിചാരിച്ച പോലെ അമ്മയുടെ മുഖം ഇരുണ്ടില്ല. ഒക്കെ നിന്റെ ഇഷ്ടം. പക്ഷേ നല്ല ഹൈ ക്ലാസ് കുടുംബമായിരിക്കണം. ഒരു ഡോക്ടറുടെ നിലയ്ക്കൊത്തവണ്ണം അതെനിക്ക് നിർബന്ധമാണ്. ആയിക്കോട്ടെ, അവൻ ചിരിച്ചു. എങ്കിലും നോണിന്റെ വാസന അടിച്ചാൽ മനം പുരട്ടാത്ത ഏതെങ്കിലും നമ്പൂതിരിക്കുട്ടിയെ കിട്ടുമോ എന്ന് തിരയാൻ അപ്പോൾ തന്നെ അരുന്ധതി തീരുമാനമെടുത്തു. എന്നിട്ട് ചോദിച്ചു, ദേവനെ വിളിക്കട്ടെ ഞാൻ നിന്നെ കോഴിക്കോട്ടെത്തിക്കാൻ? വേണ്ടമ്മേ, എന്തോ വലിയ ഉപകാരം ചെയ്യുന്ന മട്ട അയാൾക്ക്. ആഴ്ചതോറും ആവുമ്പോ മുറുമുറുക്കാനും തുടങ്ങും. സ്വന്തം വണ്ടിയാകും വരെ ഞാൻ ബസ്സിന് പോകാൻ തീരുമാനിച്ചു. ഇത് നിന്റെ വണ്ടിയല്ലേ മോനെ? ഓ, ഞാനിത് കോഴിക്കോട്ട് കൊണ്ടിട്ട അമ്മയുടെ സ്വകാര്യ സവാരികൾക്കൊക്കെ എന്ത് ചെയ്യും? ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പുമ്പോൾ ജാനകിയോട് ഹരി പറഞ്ഞു. പരീക്ഷ എടുത്തു, നന്നായി പഠിച്ചോളണം. +2 എഴുപ്പിയത് കൊണ്ടാ പ്രൊഫഷണൽ കോഴ്സിനൊന്നും കിട്ടാഞ്ഞത്. ഡിഗ്രിക്കെങ്കിലും നല്ല മാർക്കുണ്ടായാൽ IAS-നൊന്ന് ശ്രമിച്ചു നോക്കാം. അത് കേട്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. കോച്ചിങ് ഒക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം. ബാക്കിയുള്ളവരെ നാണം കെടുത്താതിരുന്നാൽ മതി. അയ്യോ എൻ്റെ ഏട്ടാ, ജാനകി യാചിച്ചു. അതിനുള്ള തലമണ്ട എനിക്കില്ല കേട്ടോ.
ഇല്ലാന്ന് വിചാരിച്ചാൽ ഒന്നുമില്ല. അരുന്ധതിയാണ് പറഞ്ഞത്. വേണമെന്ന് വിചാരിച്ചാൽ ചക്ക വേരിലും കായ്ക്കും. പണം കൊടുത്തിട്ടായാലും നിനക്കും ഒരു ഡോക്ടറെ തന്നെ സംഘടിപ്പിച്ചു തരണമെന്നാ എനിക്ക്. ഹരി അനിയത്തിയെ നോക്കി. സ്വന്തമായി കൂടൊന്ന് പരിശ്രമിച്ചൂടെ നിനക്ക്? ഡിഗ്രിക്കെങ്കിലും ഒരു 90% മാർക്ക്. എനിക്കങ്ങനെ അതിമോഹമൊന്നും ഇല്ല ഏട്ടാ. ഒരു ഡോക്ടറെയൊക്കെ കിട്ടണമെന്ന് വെച്ചാൽ നമുക്കുള്ളത് മുഴുവൻ വിറ്റാലും മതിയാവില്ല. അല്ലെങ്കിൽ സ്ത്രീധനം കൊടുത്തുള്ള ആളെയൊന്നും നിക്ക് വേണ്ട. സ്വർണ്ണക്കടയുടെ പരസ്യം പോലെ ദേഹം നിറയെ പണ്ടങ്ങൾ കെട്ടിത്തൂക്കി വധുവേഷം കെട്ടാനും നിക്ക് ഇഷ്ടമില്ല. വരണ ആളിന്റെ പൊസിഷനല്ല, മനസ്സാ എനിക്ക് വലുത്. ഹരി ചാടി എഴുന്നേറ്റു. ആഗ്രഹങ്ങളില്ലാത്തവർക്ക് ഒന്നും നേടാനാവില്ലടി അസത്തെ. നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ മൂത്ത ഏട്ടനെ പോലെ ഒരു വർക്ക്ഷോപ്പ് തൊഴിലാളിയെ സങ്കല്പിച്ചോളൂ. പക്ഷേ എനിക്ക് പിന്നെ ഇങ്ങനൊരു അനിയത്തി ഉണ്ടാവില്ല എന്ന് മാത്രം. വാഷ് ബേസിനിൽ ചെന്ന് കൈ കഴുകി തുടച്ച് അവൻ സ്ഥലം വിട്ടു. എനിക്കും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു മകൾ. അരുന്ധതി കൂട്ടിച്ചേർത്തു. മകന്റെ പിന്നാലെ അവരും നടന്നു. 3 ദിവസം കഴിഞ്ഞ് രാത്രിയിൽ ഹരി അമ്മയെ ഫോണിൽ വിളിച്ചു. നിന്റെ റിസൾട്ട് എത്തിയമ്മേ. ജയിച്ചോ കണ്ണാ? ആകാംക്ഷയിൽ അരുന്ധതി വീർപ്പ് മുട്ടി. ജയിച്ചോന്നോ? അതെപ്പോഴേ ഷുവറായിരുന്നു. പ്രതീക്ഷിച്ചതിന്റെ ഇരട്ടി മാർക്ക്. അറിഞ്ഞപ്പോ തൊട്ട് ഇവിടെ ആഘോഷമാ. ഒക്കെ എന്റെ പ്രാർത്ഥന. വില്ലാദ്രിനാഥൻ കാത്തു. അല്ലാതെ ഞാൻ പഠിച്ചിട്ടല്ല. എത്ര പഠിച്ചാലും പ്രയത്നിച്ചാലും ദൈവത്തിന്റെ ഒരു പിന്തുണ കൂടി വേണം കുട്ടി. ഇനി ഏതായാലും ഹൗസ് സർജൻസിക്ക് പോലും കാക്കാതെ നിക്കായി ഒരു പെൺകിടാവിനെ തേടാൻ പോവുക ഞാൻ. അയ്യോ, അവൻ നിലവിളിച്ചു. മോൻ പേടിക്കണ്ട. നോണിന്റെ വാസന അടിച്ച മനപുരളാത്ത ഒരു അന്തർജന പെൺകിടാവിനെ തന്നെ നിനക്ക് ഞാൻ കണ്ടുപിടിക്കൂ. ഡോക്ടർ ആയിരിക്കണം. ആയിരിക്കും. പഠിക്കുന്നതായാലും കുഴപ്പമില്ലല്ലോ. നിന്റെ മുകളിൽ ഒരാൾ നിൽക്കണുണ്ടേ. നിക്കട്ടെ. അവനിപ്പോ ആര് വരാനാ? അങ്ങനെ വരണ ആരെങ്കിലും എനിക്ക് എന്റെ വീട്ടിൽ കയറ്റാൻ പറ്റൂ? മര്യാദയ്ക്ക് ജീവിക്കുകയും പഠിക്കേണ്ടപ്പോ പഠിക്കുകയും ചെയ്യാത്തതിന്റെ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അമ്മയുടെ മനസ്സ് നോവിച്ച ഒരു മക്കളും രക്ഷപ്പെടില്ല. ഹരിയുടെ ഉന്നത വിജയം അറിഞ്ഞതിന്റെ പിറ്റേന്ന് രാവിലെ ദേവൻ വില്ലാദ്രിനാഥന് ഒരു പായസം കഴിച്ചു. അത് വിളമ്പുമ്പോൾ അരുന്ധതി മകളുടെ കാതിൽ അടക്കം പറഞ്ഞു. അസൂയയില്ലാന്ന് വരുത്താൻ കഴിപ്പിച്ച വഴിപാടാ. ഇപ്പോ തോന്നണുണ്ടാവും പഠിക്കാഞ്ഞത് എത്ര കഷ്ടമായിന്ന്. വെള്ളം കുടിക്കാനായി അടുക്കളയിലേക്ക് വന്ന ദേവൻ അത് കേട്ടു. പക്ഷേ കേട്ടതായി ഭാവിച്ചില്ല. ഏട്ടൻ വർക്ക്ഷോപ്പിലേക്ക് പോയതും ജാനകി അമ്മയോട് പറഞ്ഞു. ദേവേട്ടൻ അങ്ങനെ ആരോടും അസൂയയില്ല അമ്മേ. പഠിപ്പ് കുറവാണെങ്കിലും വർക്ക്ഷോപ്പ് തൊഴിലാളിയാണെങ്കിലും ഒത്തിരി നല്ല മനസ്സാ എന്റെ ഏട്ടൻ്റെത്. പക്ഷെ മനസ്സിനൊന്നും ഈ ലോകത്ത് ഒരു മാർക്കും ഇല്ല. ആ, അതിന് വില കൽപ്പിക്കുന്ന ആരേലുമൊക്കെ ഉണ്ടാവൂലോ ഈ ഭൂമിയിൽ. ആരേലുമൊക്കെ ഉണ്ടെന്ന് പറയണ്ട. അരുന്ധതി എതിർത്തു. നീ ഒരുത്തിയുണ്ടല്ലോ. പക്ഷെ ഒരു കാര്യം, ദേവനൊരാണാണ്. അവൻ എങ്ങനെയാലും ഇത്രക്കൊക്കെ സംഭവിക്കൂ. നീ ഒരു പെൺകുട്ടിയാണ്. ആദർശം പറഞ്ഞു നടന്ന ജീവിതം നഷ്ടമായാൽ സഹതപിക്കാൻ പോലും ഒരാളുണ്ടാവില്ല. പെറ്റമ്മയുടെ കാലം കഴിഞ്ഞാൽ നീ പഠിക്കും. ആണുങ്ങൾക്ക് ഏത് തെരുവിലും കിടന്നുറങ്ങാം. പെൺകുട്ടികൾ തെരുവിലായാൽ പിറ്റേന്ന് അവർ ശവമാ. അതോർത്താൽ നന്ന്. ജാനകി പിന്നെ ശബ്ദിച്ചില്ല. വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതി ദേവൻ കൃത്യമായി അമ്മയെ ഏൽപ്പിക്കാറുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് അവൻ പ്രാതലോ ഉച്ചയൂണോ കഴിക്കാറില്ല. അത്താഴത്തിന് മാത്രമാണ് വീട്ടിലുണ്ടാവുക. അന്ന് അരുന്ധതി ചോദിച്ചു, ശമ്പളത്തിന്റെ പകുതി നീ അതേപടി ദൂർത്തടിക്കുക? എനിക്ക് നിന്റെ ചില്ലിക്കാശ് ആവശ്യമില്ല. അത്താഴം കഴിക്കാനായി വീട്ടിലെത്തിക്കണ തുക ധാരാളം. പക്ഷെ എന്തിനും നിന്റെ വാലിൽ തൂങ്ങണ ഒരു അനിയത്തി നിനക്കിവിടെ ഉണ്ട്. അവളെ ആരും വെറും കൈയോടെ പിടിച്ചോണ്ട് പോവില്ല. ആ ചുമതല മൊത്തം അമ്മയുടെ അനിയന്റെയും ചുമലിൽ വെക്കാവുന്ന ആരും കരുതിയേം വേണ്ട. ഇല്ല. ഊണ് കഴിക്കുന്നതിനിടയിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് ദേവൻ തലയാട്ടി. അമ്മയ്ക്ക് തരണതിന്റെ ബാക്കി അതേപടി ബാങ്കിലിടുക ജാനകിയുടെ പേരിൽ. അരുന്ധതിയുടെ മിഴികൾ വിടർന്നു. നേര്? അമ്മയ്ക്ക് വിശ്വാസമാവണില്ലേ? പാസ്ബുക്ക് കാണിക്കാം. കാണിക്കണ്ട, എന്റെ കയ്യിൽ തന്നാൽ മതി, ഞാൻ സൂക്ഷിച്ചോളാം. അത് വേണ്ട, ദേവൻ പറഞ്ഞു. എനിക്കും സൂക്ഷിക്കാൻ സ്ഥലമുണ്ട്. സ്ഥലമില്ലാഞ്ഞിട്ടല്ല, ഏതു നേരവും വണ്ടിയിൽ പായണവനാ. വല്ല അപകടവും പിണഞ്ഞാൽ അതൊക്കെ പിന്നെ ഞാൻ തപ്പി അലയണ്ടേ? ദേവൻ ഞെട്ടിപ്പോയി.